ഗൈസ്, എക്സൈറ്റിംഗ്ലി ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യാണ് സ്മാർട്ട് ടൈം ജോബ്സിൻ്റെ പുതിയ വേക്കൻസി ഹണ്ട് എപ്പിസോഡിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഗ്ലോബൽ എയറോസ്പോർട്സിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ MG റോഡ് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡിൽ കോൺഗ്രസ് ഓഫീസ് ഉണ്ട്. അവിടെ ആ ഓഫീസിൻ്റെ അതേ ലൈനിൽ തന്നെയാണ്. ഈ ഒരു ചെറിയ കോർണറിലൂടെ വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അപ്പം എൻ്റെ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. റീജൻസി കോംപ്ലക്സിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഗ്ലോബൽ എയറോസ്പോർട്സ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. വേക്കൻസി വിശേഷങ്ങളും സ്മാർട്ട് ടൈം ജോബ്സിൻ്റെ വിശേഷങ്ങളും നമുക്ക് ഇന്നറിയാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് എത്തിയേക്കണത് ഗ്ലോബൽ എയറോസ്പോർട്സിലാണ്. അപ്പോൾ ഇവിടുത്തെ വേക്കൻസീസ് ഒത്തിരി ഉണ്ട്. വേക്കൻസികൾ എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ സ്മാർട്ട് ടൈം ജോബ്സിൻ്റെ വിശേഷങ്ങളൊന്ന് പറഞ്ഞുതരാം. നിങ്ങളിപ്പം ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ CV എങ്ങനെ എഴുതണം, എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കണം, ഇതൊക്കെ കൺഫ്യൂസിംഗ്ലി കുറേ കുട്ടികൾ തെറ്റിക്കാറുണ്ട്. സോ വി വിൽ ബി ഹെൽപ്പിംഗ് യു ത്രൂ ദ ലെസൺസ്. അപ്പോൾ അതിന് വേണ്ടി ലെസൺസ് ഒക്കെ നമ്മുടെ അക്കൗണ്ടിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു സമയത്ത് നമ്മുടെ സീരീസ് ഓഫ് ഒബ്ജക്റ്റീവ് അതായിരുന്നു, കുട്ടികളെ ഇൻറ്റേർണലി പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ അവർ പ്രിപ്പയർഡ് ആണ്. ഇനി പ്രിപ്പയർ അല്ലാത്തവർക്കായിട്ടാണ് ഈ ലെസൺസ് കാണാൻ പറഞ്ഞത്. പ്രിപ്പയർ ചെയ്തിട്ടുള്ള നമ്മുടെ പിള്ളേരുണ്ട്, അവരെ ഒന്ന് റെഡി ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഓഫീസുകളിലേക്ക് കോൾ ബൈ വിളിച്ച് ചോദിക്കും വേക്കൻസി ഉണ്ടോ, വേക്കൻസി. അപ്പോൾ അവർ പറയുന്നുണ്ട് വേക്കൻസി. അതാണ് ഞങ്ങൾ അപ്ഡേറ്റ് തന്നിരുന്നത്. പക്ഷേ കമ്പനി എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെയാണ് അവരുടെ യുണീക്നെസ് എന്താണ്, അതൊന്നും അറിയാതെയാണ് പല കൊച്ചുങ്ങളും ഓരോരോ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചേച്ചി ഞങ്ങൾ ഇതല്ല ഉദ്ദേശിച്ചത്, ഞങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ വേണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വി തോട്ട് ഓഫ് ദിസ് നോവൽ ഐഡിയ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വെയിലൊക്കെ കൊണ്ട് ഇറങ്ങുകയാണ് കമ്പനികളെ വിസിറ്റ് ചെയ്യാനും അവരുടെ ഇൻഫ്രോ ഒന്ന് നിങ്ങളെ ആദ്യം കാണിക്കാനും. അപ്പോൾ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുന്നേ നിങ്ങൾ തന്നെ കമ്പനീനെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുക. കമ്പനി എങ്ങനെ ഉണ്ടാവും, ഓക്കെ, വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനി എത്ര സ്റ്റാഫിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഗ്രേറ്റ്, റൈറ്റ്? അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഗ്ലോബൽ എയറോസ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എയറോനോട്ടിക്കൽ ക്ലാസ്സസ് എടുക്കുന്ന ഒരു വിഭാഗമുണ്ട്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഒരു സെക്ഷനും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി വേക്കൻസികളാണ് ഇവർ നമ്മളുടെ അടുത്ത് പറയുന്നത്. സോ ലെറ്റ്സ് ചെക്ക് വെദർ എത്ര വേക്കൻസീസ് ഇപ്പോൾ ലൈവ് ആണെന്നുള്ളത്. നമുക്ക് അവരുടെ വേക്കൻസിയുടെ ഡീറ്റെയിൽ അറിയാനായിട്ട് ഓഫീസിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയാലോ. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓഫീസ് സ്പേസ് ആണ് ഗ്ലോബൽ എയറോസ്പോർട്സിൻ്റെത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവരുടെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണാം. ഫസ്റ്റ് നമ്മൾ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് പോകുന്നത് ഈ ഒരു ഷെൽഫിലോട്ടാണ്. ഫുൾ ഓഫ് ട്രോഫീസ് ആൻഡ് ചെറിയൊരു പൂജാമുറി, രസമാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് സീറ്റിംഗ് ആവാം. എന്നിട്ട് നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് കുറേ വിശേഷങ്ങളുണ്ട്. വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ, വേക്കൻസിയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് മൾട്ടിമീഡിയ സ്പെഷ്യലിസ്റ്റിനെയാണ് ആദ്യമായിട്ട് വേണ്ടത്. ഡിഗ്രി, ഡിപ്ലോമ ആൻഡ് മൾട്ടിമീഡിയ കഴിഞ്ഞവരാണ് CV അയക്കേണ്ടത്. പിന്നെ അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, അതായത് വീഡിയോസും മാഗസീൻസും ബ്രോഷേഴ്സും ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്ന പിള്ളേരെയാണ് നോക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് വർക്ക് എക്സ്പീരിയൻസ്, ഒരു 6 months എങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പ്രൊഫഷണൽ ആയിരിക്കണം, ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ. കാരണം ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം അവർക്ക് സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള ഇംഗ്ലീഷൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നവരായിരിക്കണം. പിന്നെ സാലറി എന്ന് പറയുന്നത് അവരുടെ ഒരു 3 മാസത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ സാലറിയിൽ കയറിയിട്ട് പെർഫോമൻസിൻ്റെ ബേസിലായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത്. ദെൻ ട്രെയിനി പ്രൊജക്ട് മാനേജർ ആയിട്ടാണ്. അതിന് BTech അല്ലെങ്കിൽ MBA ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിനെയാണ് വേണ്ടത്. നല്ല രീതിയിൽ മാർക്കറ്റിംഗ്, അഡ്മിനിസ്ട്രേഷൻ സ്കിൽ സെറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ നല്ല പേഴ്സണാലിറ്റിയും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും 1 or 2 year ഓഫ് എക്സ്പീരിയൻസും ഉള്ളവരായിരിക്കണം. ഇംഗ്ലീഷ് ആസ് സച്ച് നമുക്ക് പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് അറിയണം നന്നായിട്ട്. പിന്നെ കമ്പ്യൂട്ടറും AI ടൂൾസും ഉപയോഗിക്കാനും അറിയുന്ന ആളുകളായിരിക്കും. നല്ല പാക്കേജ് ഉണ്ട്, 30,000 rupees per month വിത്ത് ഇൻസെൻറ്റീവ് ആണ് ഇപ്പോൾ കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ലേഡീസ് STEM ട്രെയിനേഴ്സിനെ വേണം. അവർക്ക് MSc അല്ലെങ്കിൽ MScയും പിന്നെ B.Edഉം വേണം. നല്ല പേഴ്സണാലിറ്റി വേണം, ഇംഗ്ലീഷ് അറിയണം, കമ്പ്യൂട്ടർ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റണം. ഓൺലൈൻ അല്ലെങ്കിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇതിലോട്ട് നോക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സാലറി, ഇപ്പോഴത്തെ മാർക്കറ്റ് സാലറി നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കമ്പനി റെഡിയാണ്. പിന്നെ നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ലേഡി എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആവശ്യമുണ്ട്. അതിൽ നമുക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, നല്ല പേഴ്സണാലിറ്റി ഉള്ള, ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകളെയാണ്. എക്സലൻറ്റ് സാലറിയാണ് കമ്പനി ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു. സോ ദർ ആർ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റി. ഇവിടേക്ക് നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റ് വേണമെന്നുള്ളത് അങ്ങ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ യാത്രയും വലിയ പ്രശ്നമില്ല. MG റോഡിന് ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഇസ് വെരി സിമ്പിൾ.
സോ ദാറ്റ് നിങ്ങൾ മണി മേക്കിംഗ് സയൻസ് എന്താണ്, ജോബ് നല്ലത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്ത്. ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ അത് പെയ്ഡ് ആയിരിക്കണം എന്നില്ല. എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് 24/7 കേട്ടോണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആർക്കും പൈസ തരില്ല. പക്ഷെ എനിക്ക് പാടാൻ ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ ഗാനമേളയ്ക്ക് പാടിയാലോ, അപ്പൊ അതുപോലെ ഏതൊരു ആൽബത്തിന് വേണ്ടി പാടിയാലോ യു വിൽ ഗെറ്റ് മണി. ജസ്റ്റ് സെയിം എക്സാമ്പിൾ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം അത് പെയ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഫൈൽസിലേക്ക് കയറുക. അതിന് വേണ്ടിയിട്ടുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് വെയിറ്റ് ചെയ്യേണ്ട, ബെല്ലൈക്കൺ, സബ്സ്ക്രിപ്ഷൻ എല്ലാം എൻഷുർ ചെയ്തിട്ട് യൂസ്ഫുൾ ആയി എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമന്റ് ബോക്സിൽ ലൈവ് ആക്കുക. താങ്ക് യു.